നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ഹസ്തരേഖാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കൈവെള്ളയിൽ കാണപ്പെടുന്ന ശുക്രവളയത്തെക്കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചിത്രത്തിൽ കാണുന്നത് പോലെ ചൂണ്ടുവിരലിൻ്റെയും നടുവിരലിൻ്റെയും മധ്യഭാഗത്തു നിന്നാരംഭിച്ച് മോതിരവിരലിൻ്റെയും ചെറുവിരലിൻ്റെയും മധ്യഭാഗത്ത് അവസാനിക്കുന്നതുമായ രേഖയാണ് ശുക്രവളയം. ഈ രേഖ കയ്യിലുള്ളവർ ഒരു സാഹിത്യകാരനോ ചിത്രകാരനോ ശില്പിയോ പ്രാസംഗികനോ ആയിരിക്കുമെന്നുള്ളതാണ്. ഈ ശുക്രവളയം പലരുടെയും കൈവെള്ളയിൽ പല രീതിയിൽ കാണാൻ കഴിയും. ഈ ശുക്രവളയം രക്തനിറത്തോടുകൂടി ആഴത്തിൽ തെളിഞ്ഞു കണ്ടാൽ അയാൾ ഒരു കാമകോമളനായിരിക്കുമെന്നതാണ്. അതുപോലെ വേറെ രീതിയിൽ നമുക്ക് നോക്കാം. ഈ ശുക്രവളയം ലഘുവായി ഭംഗിയോടുകൂടി നിന്നാൽ അയാൾ എല്ലാ നിലയിലും സൽഗുണസമ്പന്നനായിരിക്കുമെന്നതാണ്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് നോക്കാം. ഈ ശുക്രവളയം തന്നെ വളരെ കടുപ്പത്തിൽ അമിതാകാരമായി നിന്നാൽ അയാൾ ദുർഗുണനും കാമാതുരനുമായിരിക്കുമെന്നുള്ളതാണ്. ഇനി വേറൊരു രീതിയിലുള്ള ശുക്രവളയം നമുക്ക് നോക്കാം. ഈ ശുക്രവളയം തന്നെ ഭാഗ്യരേഖയെയും സൂര്യരേഖയെയും കടന്നാണ് നിൽക്കുന്നതെങ്കിൽ അയാൾ ചിത്രരചന, സാഹിത്യ സൃഷ്ടി എന്നിവയിൽ പ്രസിദ്ധി നേടുന്നയാളായിരിക്കും. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് നോക്കാം. ശുക്രവളയം ചൂണ്ടുവിരലിൻ്റെ അടിയിൽ വ്യാഴമണ്ഡലത്തിൽ നിന്നുത്ഭവിച്ച് സൂര്യമണ്ഡലത്തിൽ അവ്യക്തമായി അവസാനിക്കുകയും അവിടെ ഒരു കുരിശടയാളം കാണപ്പെടുകയും ചെയ്താൽ അയാൾ ദാമ്പത്യ ജീവിതത്തിൽ തളർച്ച അനുഭവിക്കുന്ന ആളായിരിക്കും എന്നതാണ്. ഇനി നമുക്ക് വേറൊരു രീതിയിൽ നോക്കാം. ശുക്രവളയത്തിന് സമാന്തരമായി ചില പൊടിരേഖകളും അവയ്ക്ക് നടുവിൽ ഒരു നക്ഷത്ര ചിഹ്നവും കൂടി കണ്ടാൽ അയാളുടെ ജീവന് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള രോഗമുള്ളയാളായിരിക്കാം എന്നും മനസ്സിലാക്കാം. ഈ ശുക്രവളയം തന്നെ ചിത്രത്തിൽ കാണും പോലെ രണ്ട് തുണ്ടുകളായി കാണപ്പെടുകയാണെങ്കിൽ അയാൾ സ്വാർത്ഥ താല്പര്യമുള്ള ആളാണെന്നും ഹൃദയശൂന്യതയുള്ളയാളാണെന്നും മനസ്സിലാക്കാം. ശുക്രവളയം ഒന്നിൽ കൂടുതൽ കാണപ്പെട്ടാൽ അയാൾ തെറ്റായ ചിന്തകളിലൂടെ കടന്നു പോകുന്നയാളും നീചമായ സ്വഭാവക്കാരനാണെന്നും മനസ്സിലാക്കാം. ഈ ശുക്രവളയം വിട്ടുവിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അയാൾ കാമാതുരനും ബുദ്ധിശൂന്യതയുള്ളയാളാണെന്നും മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.